Hello students, welcome to Introduction to Services Management session 2. In the last session we studied what is services, what are the characteristics of services. Service is becoming one of the major contributor to the economy of a nation these days. We have seen that economic activities can be classified into three, such as primary activity like agriculture and fishing, secondary activity like manufacturing, tertiary activity like services. Nowadays we can see that services are becoming more important than the other two sectors of activities. So let us discuss today why services are so important. So today's topic is growth of service sector and its role in the economy. The importance of services and its increasing use has developed after the end of World War II. Now services account for over half of the gross domestic product or GDP of all developed economies and constitute the single largest sector in most developing economies. സർവീസസ് എന്ന് പറയുന്ന മേഖല കൂടുതൽ പ്രാധാന്യം കാണിച്ചു തുടങ്ങുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ്. അങ്ങനെ വളരാൻ തുടങ്ങിയ സർവീസ് മേഖല ഇന്ന് പല വികസിത രാജ്യങ്ങളുടെയും GDPയിൽ മേജർ കോൺട്രിബ്യൂട്ടറായി വരികയാണ്. അതോടൊപ്പം തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും അപേക്ഷിച്ചിട്ട് വളരെ കൂടുതൽ വളർച്ചയുള്ളൊരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു. Let us see why this is happening. The main reasons behind the growth of services include rapid urbanization, the expansion of public sector, and increased demand for consumer services. Demand for service is on the rise with a stable middle class and growth in upper income families. ഇങ്ങനെ സർവീസസിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഫാക്ടേഴ്സാണ് വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നഗരവൽക്കരണം, റാപ്പിഡ് അർബനൈസേഷൻ, അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിലുള്ള വളർച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സർവീസ് സെക്ടറിലുള്ള വളർച്ച, ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ കൺസ്യൂമർ സർവീസസ്, സേവന മേഖലയിലുള്ള സർവീസിലേക്കുള്ള ആവശ്യകതയുടെ വർധനവ്, ഇതൊക്കെയാണ് മേജർ റീസൺസ് ആയിട്ട് പറയുന്നത്. സോ ദ മേജർ റീസൺസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് സർവീസ് സെക്ടർ ആർ റാപ്പിഡ് അർബനൈസേഷൻ, ദ എക്സ്പാൻഷൻ ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ കൺസ്യൂമർ സർവീസസ്. In the consumer sector, this leads to increasing demand for services such as healthcare, education, and entertainment. സർവീസ് മേഖല വളരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കൺസ്യൂമർ സെക്ടറാണ്, അതായത് ഉപഭോക്തൃ വിഭാഗം, കൺസ്യൂമേഴ്സ്. ഈ മേഖലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് കെയർ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എൻ്റർടൈൻമെൻറ്റ് മേഖലയിലും ഒക്കെയുള്ള ആവശ്യകത അല്ലെങ്കിൽ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് സർവീസ് സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് ഒരു കാരണം. ഇൻ ബിസിനസ്, companies recognize that many activities can be handled more efficiently by a service provider. കൺസ്യൂമർ മേഖലയിലുണ്ടാകുന്ന ഡിമാൻഡിലുള്ള വർധനവ് പോലെ തന്നെ ബിസിനസ് മേഖലയ്ക്കും സർവീസ് സെക്ടർ എന്ന് പറയുന്നത് ഇന്ന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല ബിസിനസ്സുകളും മനസ്സിലാക്കുന്നത് ആ ബിസിനസ്സിലുള്ള
ചില മേഖലകൾ പുറത്ത് കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ നൽകുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗ് സർവീസസ് allows a business to concentrate on the activities that are critical to its success. These are called core activities. സോ ബിസിനസ്സുകൾക്ക് അവരുടേതായിട്ടുള്ള മുഖ്യമായിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഒഴിവാക്കാൻ കഴിയാത്ത മറ്റ് സെക്കൻഡറി ആക്ടിവിറ്റീസും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു മാനുഫാക്ചറിങ് കമ്പനി എടുത്താൽ മാനുഫാക്ചറിങ് ഓഫ് എ പ്രോഡക്റ്റ് ആയിരിക്കാം അവരുടെ പ്രധാന മേഖല എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് അതോടൊപ്പം തന്നെ ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ആൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ആൻ HR ഡിപ്പാർട്ട്മെൻറ്റ്. ബട്ട് ദീസ് ആർ ഓൾ നോൺ കോർ ആക്ടിവിറ്റീസ്. അതേസമയം അത് ഇമ്പോർട്ടൻറ്റുമാണ്. ഈ നോൺ കോർ ആക്ടിവിറ്റീസ് ഒരു തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡറെ കൊണ്ട് ചെയ്യിക്കുന്നതിനാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. സോ ബിസിനസ് മേഖലയിൽ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്ന സേവന മേഖലയിലേക്കുള്ള ആവശ്യകത ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സർവീസ് മേഖലയുടെ വളരെ വേഗത്തിലുള്ള വളർച്ചയ്ക്കും മറ്റൊരു കാരണമായി തീർന്നിട്ടുള്ളത്. The service sector has also seen massive changes, mainly in the case of automation and digital-based business that have altered traditional business models. Companies are also recognizing how professional services such as consultancy, training, or market research can help them improve their business performance. That has helped in the development of small businesses that provide these types of services, and also for the larger companies that use their services. സർവീസ് മേഖലയുടെ വളർച്ചയ്ക്ക് മറ്റൊരു കാരണമായി കൊണ്ടിരിക്കുന്നത് ചേഞ്ച് ഇൻ ടെക്നോളജിയാണ്. ടെക്നോളജി ലൈക്ക് ഓട്ടോമേഷൻ ഓർ ഡിജിറ്റൽ ബേസ്ഡ് ബിസിനസ്, ഇതിൻ്റെ എല്ലാം വളർച്ച സർവീസ് മേഖലയുടെ വളർച്ചയ്ക്ക് വളരെ കൂടുതൽ വേഗത നൽകിയിട്ടുണ്ട്. അതിനൊരു കാരണമെന്ന് പറയുന്നത് വലിയ വലിയ കമ്പനികളെല്ലാം തന്നെ ഇന്ന് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രൊഫഷണൽ സർവീസ് പുറമേ നിന്നും സ്വീകരിക്കുന്നുണ്ട്. സച്ച് എസ് കൺസൾട്ടൻസി സർവീസ്, ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്, മാർക്കറ്റ് റിസർച്ച് ഓഫ് എ പ്രോഡക്റ്റ്. ഈ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാതെ ബിസിനസ് വലിയ വലിയ ബിസിനസ്സുകൾ ഇന്ന് മറ്റ് മേഖല അതിൽ പ്രൊഫഷണൽസിനെ പുറമേയുള്ള പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതുമൂലം ആ തരം സർവീസ് നടത്തുന്നത്, ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് റിസർച്ച് നടത്തുന്ന ഒരു ചെറിയൊരു ബിസിനസ്സിന് ഈ തരത്തിൽ വലിയ വലിയ കമ്പനികളുടെ ഓർഡേഴ്സ് ലഭിക്കുകയും അതിലൂടെ അവർക്ക് വളരാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് ഇൻ ടേൺ ബിഗ് ബിസിനസ്സിന് എഫിഷ്യൻസി വളർത്താൻ സഹായിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സർവീസ് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായി വരുന്നത് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് ഇൻ ഓട്ടോമേഷൻ ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി. ഈ തരം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൺസൾട്ടൻസി മേഖലയാണെങ്കിലും മറ്റ് മാർക്കറ്റ് റിസർച്ച് മേഖലയാണെങ്കിലും അവർ ഔട്ട്സോഴ്സിംഗ് സർവീസുകൾ മറ്റ് കമ്പനികൾക്ക് നൽകുന്നത്. In addition to this, the overall growth in services is a reflection of the increase in the demand for intermediate services. For activities where technology has helped to overcome the constraints imposed by space can be called as intermediation service. For example, transportation sector intermediates over space between producer and consumer in different locations. സർവീസ് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സർവീസസിൻ്റെ വളർച്ചയാണ്. എന്താണ് ഇൻ്റർമീഡിയറ്റ് സർവീസസ്? Activities where technology has helped to overcome the constraints imposed by space can be called as intermediation services. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഇതിലൂടെ നൽകുന്ന സർവീസിനെയാണ് ഇൻ്റർമീഡിയേഷൻ സർവീസ് എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയേഷൻ സർവീസിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ്. ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് എന്ന് നമുക്ക് ഈ
ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ സർവീസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പല സ്ഥലത്തായിട്ട് ചിതറിക്കിടക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാറ്റി കൊടുക്കാൻ. ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അത് സൗത്ത് ഇന്ത്യയിൽ ഒരു കസ്റ്റമറുടെ കയ്യിലെത്തിക്കാനായിട്ട് ട്രാൻസ്പോർട്ട് മേഖലയാണ് സഹായിക്കുന്നത്. അങ്ങനെ ട്രാൻസ്പോർട്ട് മേഖല എന്ന് പറയുന്ന ഇൻ്റർമീഡിയേഷൻ സർവീസ് വികസിക്കുമ്പോൾ അത് സർവീസ് മേഖലയുടെ വളർച്ചയായി മാറുന്നു. The digital technology has also opened the door to more service-based growth, having ability to operate business with location independence. The local economy is no longer a limiting factor and businesses take their services online and offer them to the larger audience. One such example is BPO. Similarly, technology is driving major changes in traditional roles like taxi services being replaced by Ola, Uber, and other options that connect a large part of workforce to a specific market. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റൽ ടെക്നോളജിയിൽ വന്നിരിക്കുന്ന വളർച്ച, അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജിയുടെ സ്വാധീനം, അത് സർവീസ് മേഖലയുടെ വളർച്ചയ്ക്ക് വളരെ കൂടുതൽ സാധ്യതകൾ നൽകിയിട്ടുണ്ട്. ഇതും സ്പേസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിനെ മറികടക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ലോക്കൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ളൊരു ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ മാറിയിരിക്കുകയാണ്. ഡിജിറ്റൽ ടെക്നോളജിയിലൂടെ നമുക്ക് ഇവിടെ ഇരുന്നതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ബിസിനസ്സും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമാണ് BPO. BPO എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഒരു കമ്പനിയുടെ വർക്കുകൾ ഡിജിറ്റലായിട്ട് വളരെ അകലെയുള്ള ഒരു രാജ്യത്ത് ഒരു കമ്പനി ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ആ കോൺട്രാക്ട് സർവീസിനെയാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പേറോൾ പ്രോസസ്സിങ്, അറ്റൻഡൻസ് മെയിൻ്റനൻസ്, അക്കൗണ്ടിങ്, ഇങ്ങനെയുള്ള പല മേഖലകളും ഇന്ത്യ എന്ന് പറയുന്നത് ഔട്ട്സോഴ്സിങ് മേഖലയിൽ വളരെ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ അവരുടെ ബിസിനസ്സുകളുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ തരം സർവീസുകൾ അവർ തേർഡ് പാർട്ടിയെ കൊണ്ട് ഇന്ത്യയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നു. ആ തരം ബിസിനസ്സുകളെയാണ് നമ്മൾ ചുരുക്കപ്പേരിൽ BPO എന്ന് അറിയപ്പെടുന്നത്. ഈ ടെക്നോളജിയുടെ മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഓല, ഊബർ എന്ന് പറയുന്ന ടാക്സി സർവീസാണ്. ട്രഡീഷണൽ ടാക്സി സർവീസസിനെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളേറെ എഫിഷ്യൻ്റായിട്ട് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ തരം കമ്പനികൾക്ക് കസ്റ്റമേഴ്സിന് ടാക്സി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ തരത്തിലൂടെ ഡിജിറ്റൽ ടെക്നോളജി സർവീസ് മേഖലയുടെ വളർച്ചയ്ക്ക് ഒരു കാരണമായി തീരുന്നു. Next, we have to see the growth of service sector in India. Growth of service sector in India is a unique example of service industry overtaking traditional models of economic growth. ട്രഡീഷണൽ മോഡൽസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അഗ്രികൾച്ചറിനെയും മാനുഫാക്ചറിങ് സെക്ടറിനെയും ഇൻഡസ്ട്രിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ട്രഡീഷണൽ മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്തിന് കാരണമായിരിക്കുന്നത് സർവീസ് മേഖലയുടെ വളർച്ചയാണ്. വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം സിൻസ് ഇൻഡിപെൻഡൻസ്, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ സർവീസ് സെക്ടർ ഇൻ ഇന്ത്യ to country's GDP is over 60%. Moreover, it has become major employment provider in India. നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഉള്ള വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെ തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ GDPയുടെ 60% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ന് സർവീസ് മേഖലയായി മാറിയിട്ടുണ്ട്. സർവീസ് മേഖലയുടെ വളർച്ചയുടെ വളരെ നല്ലൊരു ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത്
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച തന്നെയാണ്. ഈ വളർച്ചയിലൂടെ സർവീസ് മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായിട്ട്, എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വസ്തുതയാണ്. The list of service sectors in India that demonstrate strong potential for future growth are IT or ITES, FinTech, Healthcare and Tourism, Logistics and Transportation, Media and Entertainment, that includes animation, gaming, dubbing, educational services, especially online platforms like MOOC, and sports like IPL, IFL, sports management, legal services, risk management services, and advisory functions, etc. അപ്പോൾ സർവീസ് മേഖലയിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഇനിയും ധാരാളം സാധ്യതകളുള്ള ചില മേഖലകളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള IT ആണ്, ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ITES, ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾഡ് സർവീസസ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ടെക്നോളജി, ഫിനാൻഷ്യൽ സർവീസസിൽ ഡിജിറ്റൽ ടെക്നോളജി കൂടെ ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന് പറയുന്നത്. സോ വളരെ കൂടുതൽ തൊഴിൽ നൽകാൻ സാധ്യതയുള്ള മേഖലകളാണ്, അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് IT-യും ഫിനാൻഷ്യൽ ടെക്നോളജിയും. നമുക്ക് വളരെ കൂടുതൽ സാധ്യതകളുള്ള മറ്റൊരു മേഖലയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയും ടൂറിസവും. സിമിലർലി ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വളരെ കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ്. അതിന് ഉദാഹരണമാണ് അനിമേഷൻ, ഗെയിമിംഗ്, ഡബ്ബിംഗ്, എക്സെട്ര. സിമിലർലി നമുക്കറിയാം എഡ്യൂക്കേഷൻ മേഖല വളരെ കൂടുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലേണിങ്ങിൻ്റെ കാലഘട്ടമാണിത്. അവിടെ തന്നെ വളരെ കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള ഒരു മേഖലയാണ് MOOC, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. സിമിലർലി സ്പോർട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. IPL-ഉം IFL-ഉം ഒക്കെ വന്നിട്ട് ISL-ഉം ഒക്കെ വന്ന് ഇന്ന് നമ്മുടെ സ്പോർട്സ് മേഖല എത്രത്തോളം മാറിയിരിക്കുന്നു എന്നുള്ളത്. ലീഗൽ സർവീസസ്, റിസ്ക് മാനേജ്മെൻറ്റ് സർവീസസ് ആൻഡ് അഡ്വൈസറി സർവീസസ്, ഇതെല്ലാം തന്നെ സർവീസ് മേഖലയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ കൂടുതൽ സംഭാവന നൽകാൻ കഴിയുന്നതും അതോടൊപ്പം തന്നെ വളരെ കൂടുതൽ തൊഴിൽ സാധ്യതകളുമുള്ള മേഖലയാണ് ഈ പറഞ്ഞതെല്ലാം. ദീസ് ആർ ഓൾ സർവീസ് സെക്ടേഴ്സ് ആൻഡ് ദീസ് ആർ ഹാവിങ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ എക്കണോമി. ഇതാണ് സർവീസ് മേഖലയുടെ പ്രാധാന്യവും അതിൻ്റെ വളർച്ചയുടെ കാരണങ്ങളും. വിത്ത് ദിസ് വി കൺക്ലൂഡ് ടുഡേയ്സ് discussion.